നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ലേറ്റ് നൈറ്റ് തോട്ട്സിൽ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ അല്ലേ? പേജ് ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, കിങ് ഓഫ് വോൺസ് 2 കാർഡ് വീണേ, 7 ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് വോൺസ്, ജസ്റ്റിസ്, 8 ഓഫ് വോൺസ്, ടെമ്പറൻസ്, ലവേഴ്സ്, ഏസ് ഓഫ് കപ്സ്, ഓക്കെ, 7 ഓഫ് സ്വാർഡ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി ഇന്നലെ രാത്രി നിങ്ങളിൽ നിന്നും ഒരു മെസ്സേജ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നും മെസ്സേജസ് ഒന്നും ഉണ്ടായില്ല. അതിനെക്കുറിച്ച് അവർ വിഷമിച്ചിരുന്നു എന്ന് കാണുന്നു കേട്ടോ. നിങ്ങളായിട്ട് അങ്ങോട്ടൊരു മെസ്സേജ് അയക്കുന്ന അവർ വിചാരിച്ച് കാണും, വെയിറ്റ് ചെയ്ത് കാണും. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു ആക്ഷനും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ എന്തോ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് കാണുന്നു. അത് വന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡിസപ്പോയിൻമെന്റ് അവർക്ക് ഫീൽ ചെയ്തിരുന്നു. നിങ്ങളെക്കുറിച്ച് നൊസ്റ്റാൾജിക്കായിട്ട് ഓർക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് ഒക്കെ ആലോചിച്ചിരുന്നു എന്നും കാണുന്നു. വീണ്ടും നിങ്ങളിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ അവർ പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അവർ തന്നെ ആലോചിച്ചു നിങ്ങൾ ജോലിയിൽ ബിസി ആയിരുന്നിരിക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചു. ഓക്കെ, അവരുടേതായിട്ട് ഒരു കാരണം കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾ അവരെ മെസ്സേജ് ചെയ്യാനിരിക്കുന്നതിനുള്ള ഒരു കാരണം അവരായിട്ട് തന്നെ കണ്ടുപിടിക്കുകയാണ്. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വളരെ ബിസി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സമയം കിട്ടാത്തത് എന്ന് ഓർത്ത് അവർ ആശ്വസിച്ചു എന്ന് വേണം പറയാൻ കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ സ്നേഹത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അതിൻ്റെ തൊട്ട് അടുത്ത കാർഡ് വന്നിട്ട് 7 ഓഫ് സ്വാർഡ്സ് ആയിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട് എന്നവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ബാലൻസ് ഇല്ലായ്മ വന്നിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുന്നു. എന്നാൽ അവർ മനസ്സിലാക്കുന്നു അവരുടെ സ്നേഹത്തിന് കുറവൊന്നുമില്ല. വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് അവർ ഓർത്തിരുന്നത്. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും അവരുടെ സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഞാൻ നിങ്ങളുടെ എനർജി ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വൈസ് വേഴ്സയും കൂടി എടുത്തോളണം. ഇത് നിങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങോട്ട് പറയാനുള്ളതാവാം, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്കുള്ള തോട്ട്സും ആയിരിക്കാം കേട്ടോ. രണ്ടും മിക്സ്ഡ് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. കൂടുതലായിട്ടും എന്തോ ഒരു ഇംബാലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളതായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് നിങ്ങളുടെ ഇടയിൽ ഉള്ളതായിട്ടും കാണുന്നു. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക കേട്ടോ.